Hi, good evening all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേരള PSC തന്നെ സൈറ്റിലായിട്ട് പല എക്സാമുകൾക്ക് ഇപ്പൊ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ടോപ്പിക് കുറേ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുൻപ് ഞാൻ കുറച്ച് റിസൾട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ ഞാൻ പറയാത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ സിംഗുലറും നോൺ സിംഗുലറും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്താണ് സിംഗുലർ, എന്താണ് നോൺ സിംഗുലർ? ഒന്ന് പറഞ്ഞേ. അതെ, നമുക്ക് അങ്ങനെ ഓർക്കുന്നത് വളരെ എളുപ്പം. അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 മീൻസ് നോൺ സിംഗുലർ, സിംഗുലർ എന്ന് പറഞ്ഞാല് 0 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഈ റിസൾട്ടുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നോക്കുക, ഇതിൽ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കുറച്ച് റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. കണ്ടോ, 10th 1, 11th ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ട് വരും. ഓക്കെ, ഇനിയുണ്ട്, ഞാൻ ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കേരള PSC തന്നെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. A matrix X has A plus B rows and B plus 1 columns, while the matrix Y has A minus 2 rows and A plus 2 columns. Both the matrix XY and YX exist. Then A and B are A യുടെയും B യുടെയും വാല്യൂ എന്തായിരിക്കും? നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പം AB എന്നത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് കോളംസ് ഓഫ് A ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് B ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ട് വരുള്ളൂ. എങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസേഴ്സ് എല്ലാ ഓപ്ഷനും വരട്ടെ അല്ലെ, മിസ്റ്റേക്സ് വരണം, എന്നാലേ നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, മറന്നു പോവാതിരിക്കുള്ളൂ. ഇവിടെ ബോത്ത് XY ആൻഡ് YX എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ബോത്ത് XY ആൻഡ് YX എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് കോളംസ് ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. എക്സും റോ ഓഫ് വൈയും അതുപോലെ തന്നെ കോളം ഓഫ് വൈയും റോ ഓഫ് എക്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് B plus 1 ഈക്വൽ ടു A minus 2 ആയിരിക്കും. അതേപോലെ A plus 2 ഈക്വൽ ടു A plus B ആയിരിക്കും. സോ ഇവിടെ B ഈക്വൽ ടു 2 വന്നു. ഇവിടെ B 2 ആണെങ്കിൽ 3 ഈക്വൽ ടു A minus 2 വരും. A ഈക്വൽ ടു 5 വരും. So, which is our option? Option A. Is it clear? അതെന്താ മാറ്റിയത്? സ്വാതി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എന്തിനാ പിന്നെ മാറ്റിയത്? മനസ്സിലായോ? കറക്റ്റ് അല്ലേ? ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഒന്നും പാടില്ല. മാത്സിൽ കൺഫ്യൂഷനേ പാടില്ല. മറ്റേതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആവാം. മാത്സ് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിക്കരുത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് A and B are any two non-singular matrices. Non-singular matrices എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? എന്തിനാണ് ഈ ക്വസ്റ്റ്യനിൽ നോൺ സിംഗുലർ എന്ന് പറഞ്ഞതെന്നറിയോ? ഇത്രയേ ഉള്ളൂ. നോൺ സിംഗുലർ മെട്രിക്സസിന് മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ A ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ വരണം. അപ്പം AB ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബൈ ഡെഫിനിഷൻ B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ.
എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 9. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. 2x plus 5y plus 7z equal to 52. 2x plus y minus z equal to 0. ഇതൊരു ലീനിയർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. സൈസ് ചെറുതാണ്, ഞാൻ അതുകൊണ്ടാണ് വീണ്ടും എഴുതുന്നത് കേട്ടോ. അപ്പം ഓക്കെ, അപ്പൊ ഇത് ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇതിന് സൊല്യൂഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൊല്യൂഷൻ എന്താണ്? ആക്ച്വലി നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും പറയട്ടെ. നമ്മൾ റാങ്ക് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമോ? റാങ്ക് എന്നുള്ള കോൺസെപ്റ്റ് അറിയാമോ? അറിയാം. അപ്പം റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനന്റ് അല്ലെ? അതായത് ഏതിന്റെ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും വലിയ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? അതിന്റെ ഡിറ്റർമിനന്റ് ഒരിക്കലും സീറോ ആവരുത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. റാങ്ക് ഓഫ് ഇതില് എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1 1 1 2 5 7 2 1 -1. ഓക്കെ, ഇനി വേരിയബിൾ മെട്രിക്സ് ഉണ്ട്, അതാണ് എക്സ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് ഉണ്ട്, വിച്ച് ഈസ് 9 52 0. ഓക്കെ, ഇനി നമുക്ക് എ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കൂടി കാണാം. അതെന്താന്ന് വെച്ചാൽ 1 1 1 2 5 7 2 1 -1. പിന്നെ ഇതിങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് ബി കൂടി ആഡ് ചെയ്യാം. ഇതിനെ നമ്മൾ പറയുന്ന മെട്രിക്സിന്റെ പേര് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്നാണ്. എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓക്കെ, ഇനി കൺസിസ്റ്റന്റ് ആണോ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കൺസിസ്റ്റന്റ് മീൻസ് സൊല്യൂഷൻ എക്സിസ്റ്റ് എന്നാണ്. ഓക്കെ, ഇനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഞാൻ പറയട്ടെ, ഇത്രയും വലിയ ലെങ്തി ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യണ്ട. അതിന്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ടു നമ്പർ ഓഫ് കോഎഫിഷ്യൻസും ആണെങ്കിൽ അതിന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. എന്താണ്? അതായത് ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും നമ്പർ ഓഫ് കോഎഫിഷ്യന്റും ഈക്വൽ ആണെങ്കിൽ അത് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. ഇത് എഴുതി വെച്ചോളൂ, നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. കാരണം ഞാൻ PPT തന്നാൽ പോലും ഇത് നിങ്ങളിപ്പോ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കാം. ഇനി റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. ഇനി rank of A equal to rank of AB less than number of എന്താ പറയാ കോഎഫിഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇത് നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഞാനിപ്പോ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഓക്കെ, അപ്പൊ നിങ്ങൾ നോർമലി ശരിക്കും നമ്മുടെ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എയുടെ റാങ്ക് കാണണം, ബിയുടെ റാങ്ക് എ ബിയുടെ റാങ്ക് കാണണം, രണ്ടും ഈക്വൽ ആണോ നോക്കണം, രണ്ടും 3നോട് ഈക്വൽ ആണോ നോക്കണം, എങ്കിൽ യുണീക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. യുണീക് സൊല്യൂഷൻ പറഞ്ഞാൽ ഇതുപോലെ തന്നിരിക്കുന്ന ഓപ്ഷൻ, അതായത് എക്സിനൊരു വാല്യൂ, വൈക്കൊരു വാല്യൂ, ഇസഡിനൊരു വാല്യൂ. പക്ഷേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ഈ തരുന്ന നോട്ട്സ് ഞാൻ ഇതിനകത്ത് എന്തൊക്കെ എഴുതുന്നോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം അനഘയ്ക്ക് ഇപ്പൊ ക്ലിയർ ആയോ? എന്താണ് തന്നിരിക്കുന്നതില് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാവും, കോൺസ്റ്റന്റ് മെട്രിക്സ് ഉണ്ടാവും, വേരിയബിൾ മെട്രിക്സ് ഉണ്ടാവും. അതിൽ ഓഗ്മെന്റഡ് മെട്രിക്സും മറ്റേ മെട്രിക്സും നമ്മൾ ഈക്വലും നമ്പർ ഓഫ് കോഎഫിഷ്യൻസ്, അതായത് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് ഈ കോഎഫിഷ്യന്റും ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ 3 ആവണം എന്നർത്ഥം. അങ്ങനെയാണെങ്കിലാണ് അവിടെ എന്ത് ചെയ്യുക? യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇപ്പൊ നമുക്ക് ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഈ റൈറ്റ് സൈഡ് എഴുതി തന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളോട് കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആവാ. എപ്പോഴാണ് ഇൻകൺസിസ്റ്റന്റ് ആവുക? അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുമ്പോ, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതിരിക്കുമ്പോ നമ്മൾ എന്ത് പറയും? ആ ക്വസ്റ്റ്യന്റെ അതൊരു എന്താ പറയാ, ഈ അഡിക്വേറ്റ് ഡാറ്റ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരാറില്ലേ? അതേപോലെ നമുക്കൊരു നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഡസ് നോട്ട് കൺസിസ്റ്റന്റ് എന്നല്ലെങ്കിൽ നോട്ട് കൺസിസ്റ്റന്റ് എന്നുള്ള ഇൻകൺസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലായിരിക്കും പോയി പെടുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വഴി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ എക്സാമിന് സെക്കൻഡ്സ് വെച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു 8ാം ക്ലാസ് നിലവാരത്തിലുള്ള വഴിയാണ്. വലിയ തലയൊന്നും പോയിക്കണ്ട. എന്ത് ചെയ്യാ? തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിക്കേ. x1, y3, z4. ഇത് ഈ 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 1, 3, 4 ഫസ്റ്റ് ഓപ്ഷൻ. 1ഉം 3ഉം 4, 4, 8. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ ഞാൻ. അടുത്തത് -1 + 4 3 ആണ്. 3 + 4 7 ആണ്. അതുകൊണ്ട് ബിയും അല്ല. അടുത്തത് -1 + 5 + 5 10 + 10 - 1 9 ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സെക്കൻഡ് വൺ 2 × -1 -2 + 25. അപ്പൊ 23 ആയി. 23 + 35 എന്ന് പറയുമ്പോൾ 23 + 35 എന്ന് പറയുമ്പോൾ 58 വരും. ഇവിടെ 52 ആണ്. അപ്പൊ അതുമല്ല. അപ്പൊ ഒബ്വിയസ്ലി ഇതായിരിക്കും ആൻസർ. ഇതെല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കൂ. 2 × 1 2 ആണ്. 2 + 3 5 ആണ്. 5 - 5 0. 1 3 4 5 9. 2 1 2 15 2 17 17 35 52. 3 ഇക്വേഷനും ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തെന്നുള്ളത്? ഈ ക്വസ്റ്റ്യൻ ആൻസർ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഒരിക്കലും നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനും അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷനും ഇങ്ങനെ വരാൻ സാധ്യതയില്ല കേട്ടോ. അതായത് 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും വരില്ല. ഓക്കെ, അല്ലാത്ത 2 മെത്തേഡ് ഉണ്ട്. അത് ഞാൻ അവസാനം സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് 0. ദെൻ കെ ഈസ്. ഡിറ്റർമിനന്റ് കാണാൻ എല്ലാവർക്കും അറിയില്ലേ? ഡിറ്റർമിനന്റ് കാണാൻ എല്ലാവർക്കും അറിയില്ലേ? വേഗം കണ്ടുപിടിച്ചോളൂ. എന്തായിരിക്കും? 1 × 2 × 4 - 5 × 2. ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് വരണം. 2 അത് കളഞ്ഞാൽ 3 × 4 - 5k + 3 × 2 - 2k എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 8 - 10 -2. പിന്നെ -2 -12 വന്നു. അല്ല, -12 അല്ല, -24 വരും. 2 × 12 അല്ലേ. പിന്നെ +10k വന്നു. പ്ലസ് 6 3 18 വന്നു. -6k = 0. That is 4k = -26 + 18 എന്ന് പറയുമ്പോൾ -26 + 18 എന്ന് പറയുമ്പോൾ -6 - 8 + 8 വരും. k = 2. വെരി ഗുഡ്. k = 2. ഇനി ഇതൊന്ന് നോക്കിക്കേ. The value for which the system of equations 2x + y - 5 = 0, x - 2y + 1 = 0, 2x - 14y - a = 0. 14y ആണോ 4y ആണോ? അല്ല, 14 4 ആയിരിക്കും കേട്ടോ. അത് 4 ഇട്ടിട്ട് ഇത് ചെയ്യാൻ അറിയാമോ? അല്ലെങ്കിൽ ഞാൻ പറയാം. അറിയില്ലെങ്കിൽ പറയണേ, ഞാൻ ചെയ്തുതരാം. ഇത് 2 മെത്തേഡിൽ ചെയ്യാം. 2 മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടും. അറിയില്ലേ വേഗം പറയണേ, നമുക്ക് സമയം കളയാനില്ല. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ടോ. ഷുവർ ചെയ്തുതരാം. ഇതിന് ഒന്ന് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. 2 1 - 5 എന്ന് എഴുതി, 1 - 2 1 എഴുതി,
2 മൈനസ് 4 മൈനസ് എന്ന് എഴുതി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് നമ്മളെ എന്താ പറയാ സെപ്പറേറ്റ് ചെയ്ത് ഒക്കെ 0 ആണ്. അപ്പൊ ഇവിടെ വലിയ വ്യത്യാസമില്ല കേട്ടോ. ഇങ്ങനെ എഴുതി. അപ്പോ നമുക്ക് ചെയ്യാൻ പോണ എന്താണ്, ഇതിനെ നമ്മൾ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റാൻ പോകണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് R1നെയും R2നെയും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എന്ത് വന്നു? 1 മൈനസ് 2 1, 2 1 മൈനസ് 5, 2 മൈനസ് 4 മൈനസ് എ. അതായത് രണ്ടാമത്തെ റോയെ ഫസ്റ്റ് റോയും ഫസ്റ്റ് റോയെ രണ്ടാമത്തെ റോയും ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ എ ഇല്ലേ, എയുടെ തൊട്ട് മുകളിലുള്ള ആൾ അല്ലെങ്കിൽ ഈ 1ന് താഴെയുള്ള ഈ രണ്ടുപേരെയും പിടിച്ച് നമ്മൾ 0 ആക്കണം. എന്ത് ചെയ്യണം? 0 ആക്കണം. അല്ലെങ്കിലോ ഈ ഇവിടെ ഉള്ളത്, അതായത് ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതിന് താഴെയുള്ള ആളുകളെ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഈ ട്രയാങ്കിൾ പോലെ കിടക്കുന്ന ആൾക്കാരെ പിടിച്ച് നമ്മൾ 0 ആക്കണം. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ഫസ്റ്റ് റോ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് R2 മൈനസ് 2 R1 ആണ്. അതുപോലെ തന്നെ R3 മൈനസ് 2 R1 ചെയ്യും. സോ ഫസ്റ്റ് റോ മാറ്റില്ല, ഇങ്ങനെ എഴുതി. 2 മൈനസ് 2 ടൈംസ് 1 എന്ന് പറയുമ്പോൾ 0 ആണ്. 1 മൈനസ് 2 ടൈംസ് 2 എന്ന് പറയുമ്പോൾ 1 മൈനസ് മൈനസ് 4 ഈസ് 5 വന്നു. അടുത്തത് മൈനസ് 5 മൈനസ് 2 എന്ന് വന്നു, ദാറ്റ് ഈസ് മൈനസ് 7 വന്നു. അടുത്തത് 0 വന്നു. പിന്നെ മൈനസ് 4 മൈനസ് മൈനസ് 4 എന്ന് വരുന്നു. അപ്പൊ അത് എന്തായിരിക്കും വരിക നോക്കട്ടെ. മൈനസ് 14 തന്നെയാണോ അത്? മൈനസ് 14. അപ്പൊ 14 തന്നെ ആയിരിക്കും ഇട്ടത്. നോക്കട്ടെ കേട്ടോ, ഞാനത് 14 ഇട്ടിട്ടൊന്ന് ചെയ്തോട്ടെ. മൈനസ് 14 പ്ലസ് മൈനസ് 10 വരും. പിന്നെ മൈനസ് എ മൈനസ് 2. അപ്പൊ മൈനസ് എ മൈനസ് 2 വന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഈ രണ്ടാളുകളെയും കൂടി എന്ത് ചെയ്യണം? നമുക്ക് 0 ആക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് R3 ടെൻസ് ടു R2 2 ടൈംസ് R2 പ്ലസ് R3 എന്ന് കൊടുത്തു. അപ്പൊ 1 മൈനസ് 2 1, 0 5 7, 0 മൈനസ് 10 പ്ലസ് 10 0. പിന്നെന്താണ്? മൈനസ് എ മൈനസ് 2 മൈനസ് പ്ലസ് 14 ആണ്. ദാറ്റ് ഈസ് മൈനസ് എ അല്ല മൈനസ് 16 വന്നു. ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ, കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും കൂടി എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് എ മൈനസ് 16 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, എ ഈക്വൽ ടു 16 എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 14 തന്നെയാണ് കേട്ടോ. അപ്പൊ എയുടെ വാല്യൂ 16 ആയി. ഓക്കെ, എയുടെ വാല്യൂ അതെ 5. ഏത് 5 ആ? അതായത് നമ്മളെ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതിയിരിക്കുകയാണ്. 2 1 മൈനസ് 5 1 സെഡിന്റെ കോഎഫിഷ്യന്റ് ആണ്. അല്ല, അത് കോൺസ്റ്റന്റ് ആണ്. സെഡ് ഇല്ല അവിടെ. ഇവിടെ സെഡ് ഇല്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തൊരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാല് 2x പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു -1 ആണ്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിക്കുക? എക്സിന്റെയും വൈയുടെയും വാല്യൂ കാണാം. അതായത് 2x പ്ലസ് വൈ ഈക്വൽ ടു 5, 2x മൈനസ് 4y ഈക്വൽ ടു -2. മൈനസ് ചെയ്യുമ്പോൾ 5y ഈക്വൽ ടു 2x മൈനസ് 4y ഈക്വൽ ടു -1 ആണ്. അപ്പൊ 5y ഈക്വൽ ടു എന്ത് വരും? 7 വരും. y ഈക്വൽ ടു 7/5 വരും. ഓക്കെ,
അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ -1 + 2y ആണ്. -1 + 2 × 7/5 that is -5 + 14/5 = 9/5. എക്സിന്റെ വാല്യൂ 9/5, വൈയുടെ വാല്യൂ 7/5 കിട്ടി. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഏതിനകത്ത് 2x - 14y = a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2 × 9/5 - 14 × 7/5 = a ആണ്. ദാറ്റ് ഈസ് 18 minus 80 അല്ലേ, 80/5 എന്ന് പറയുമ്പോൾ 16 വരും. ഓക്കെ, ക്ലിയർ? = 16 എന്നാണ് വരിക. അങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. ഏതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക അത് ചെയ്തോളൂ. ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണുന്നുണ്ട് കേട്ടോ ഞാൻ. വാല്യൂ ഫോർ വിച്ച് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ്, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് നമ്മൾ അതിനെയൊക്കെ 0 ആക്കി ആ ലാസ്റ്റ് വരുന്ന 7 = 0 ഇക്വേറ്റ് ചെയ്യുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതർവൈസ് ആദ്യത്തെ രണ്ടെണ്ണം, അതായത് നമുക്ക് അൺനോൺ അല്ലാത്ത 2 ഇക്വേഷൻസ് ഉണ്ടാവില്ല, അത് സോൾവ് ചെയ്യാം. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ തേർഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇനി ഇത് കാണുന്നുണ്ടാവില്ല, ഞാൻ വായിക്കാം. ഇഫ് എ ആൻഡ് ബി ആർ റിയൽ സിമെട്രിക് മെട്രിസസ്, ഇഫ് എ ആൻഡ് ബി ആർ റിയൽ, ഞാൻ ഇതൊക്കെ എന്തിനാ സ്ക്രീൻഷോട്ട് എടുത്തതെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമിന് ചോദിച്ചു ഞാൻ ചുമ്മാ കൊണ്ടുവന്ന ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഓ മിസ് ഏതൊക്കെയോ ഗൈഡ് നോക്കി അങ്ങനെ എടുത്തു തരികയെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ഞാൻ കേരള PSC വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അതിനാണ് ആ ഒരു എന്താ പറയാ ആധികാരികതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് തന്നെ കൊണ്ടിരുന്നത്. അപ്പൊ എയും ബിയും റിയൽ സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A = A ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി സ്ക്യൂ സിമെട്രിക് എന്ന് വെച്ചാൽ എന്താ? A = -A ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ ഏതായിരിക്കും ശരി? എയും A ട്രാൻസ്പോസും I ആവുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ നോർമൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇത് = A ട്രാൻസ്പോസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്നാ പറയാം. ഓക്കെ, ഓർത്തോഗണൽ മെട്രിക്സ് എന്നൊക്കെ പറയും. ഇത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, എയും A ഇൻവേഴ്സും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, A = 3 - 4 1 - 1 എങ്കിൽ A⁻n എന്ത് എന്നതാണ് ചോദ്യം. A⁻n എന്തായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. A⁻n ആണ്. അപ്പൊ നിങ്ങൾക്ക് A² കാണാം. A² ഒന്ന് കണ്ടുപിടിക്കൂ. 3 - 4 1 - 1 × 3 - 4 1 - 1 which implies 3 × 3 9 ± 4. അടുത്ത 3 × -4 -12 + 4. 1 × 3 3 ± 1. അടുത്തത് -4 + 1 which implies 5 - 8 2 - 3. ഓക്കെ, ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് A² എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് വന്നിരിക്കുന്നത് 5 ആണ്. 5 ഒരിക്കലും 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ കളയാം. പിന്നെ 3യുടെ പവർ അല്ലാത്തത് കൊണ്ടും നമുക്ക് തേർഡ് ഓപ്ഷനും കളയാം. ഇനി 2 ആണോ 3 ആണോ എന്നുള്ള കണ്ടീഷനാണ്.
ഇവിടെ നോക്കൂ, രണ്ടിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ ഇവിടെ തന്നെ നിർത്താവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. a⁻n ആ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ n2 ആണ്. എന്താണ്? ഇവിടെ n2 ആണ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് n2 ആണെന്ന് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് n2 ആണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. n2 ആണ്. ഒരിക്കലും 2ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 5 വരില്ല. അതേസമയം അതുകൊണ്ട് ഇതും കളഞ്ഞു. ഓപ്ഷൻ ഡി നോക്കൂ, 2ന്റെ കൂടെ n2 ആയത് ചെയ്താൽ 2 × 2 4 ആണ്. 4 + 1 5 ആണ്. -4 × 2 8 ആണ്. 1 × വെറും 2 1 - 2n. So the answer is option D. Is it clear? Clear അല്ലേ? കുറച്ചു പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഇതില് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാവാം, ബാക്കിയുള്ളവർ പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാവും. മൗനം സമ്മതം എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ആവശ്യക്കാരന് ഔചിത്യം ഇല്ല. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് ഈ പോർഷൻ ക്ലിയർ ചെയ്യാന്നുള്ളത്. എത്ര വട്ടം വേണേലും ചോദിച്ചോളൂ, ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരാം. Next question. A, B, and C are square matrices of the same order. Then ABC whole inverse is equal to ABC whole inverse. ABC the whole inverse എന്താണ്? We know that AB whole inverse equal to എന്താ? B inverse A inverse ആണ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് പറയാം. ഏതായിരിക്കും? അതെ, എന്താണ്? അപ്പൊ ഇവിടെ നോക്കൂ, ABC ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ C ഇൻവേഴ്സ് ഇൻറ്റു AB ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് C ഇൻവേഴ്സ് B ഇൻവേഴ്സ് A ഇൻവേഴ്സ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് U ഈക്വൽ ടു മെട്രിക്സ് U ഈക്വൽ ടു 1/√2 മൈനസ് 1/√2 1/√2 അഗെയിൻ ഒരു 1/√2. U ഇൻവേഴ്സ് കാണണം. U ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ? A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A ആണ്. അപ്പൊ അഡ്ജോയിന്റ് A കാണാനുള്ള വഴി എന്താന്ന് അറിയോ? ഇവിടെ നോക്കിക്കോളൂ. അഡ്ജോയിന്റ് A പറഞ്ഞാല് ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. ഇനി ഇതിന്റെ സൈൻ മാറ്റിയിടുക. അതാണ് അഡ്ജോയിന്റ് U എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 1/√2 1/√2 മൈനസ് 1/√2 1/√2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് പറഞ്ഞ എന്താണ്? 1/√2 × 1/√2 മൈനസ് 1/√2 × മൈനസ് 1/√2. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2 1 ആവും. സോ 1/√2 1/√2 മൈനസ് 1/√2 1/√2. ഇത് ശരിക്കും ഇതിനെ തിരിച്ചിട്ട പോലെയല്ലേ? അതായത് U ട്രാൻസ്പോസ് ആണത്. അപ്പൊ U ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ U ട്രാൻസ്പോസ് ആണ്. A അല്ലേ വരുന്ന? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. സംഗീത, എന്താണ്? ക്ലിയർ ആയില്ലേ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല? ഓക്കെ, പറഞ്ഞോളാം. ഇവിടെ നോക്കൂ, അഡ്ജോയിന്റ് കാണുന്നത് മനസ്സിലായോ? എങ്ങനെയാ അഡ്ജോയിന്റ് കണ്ടതെന്ന് മനസ്സിലായോ? U ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് U ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് U ആണ്. അതെ. അപ്പൊ ഇവിടെ അഡ്ജോയിന്റ് നോക്കൂ, 1/√2 ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഇവിടത്തെ സൈൻ മാറ്റി. ഇവിടെ നെഗറ്റീവ് ആയത് പോസിറ്റീവ് ആയി, ഇവിടെ പോസിറ്റീവ് ആയത് നെഗറ്റീവ് ആയി. ഇതെന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/2 അത് 1 ആണ്. ദാറ്റ് ഈസ് 1/√2 1/√2 മൈനസ് 1/√2 1/√2 എന്ന് വന്നു. നോക്കിക്കേ, U എന്ന് പറയുന്നത് 1/√2 മൈനസ് 1/√2 ആണ്. 1/√2 1/√2 ഇതിന്റെ ട്രാൻസ്പോസ് അല്ലേ? ട്രാൻസ്പോസ് എന്താ? റോ കോളം ആക്കി, കോളം റോ ആക്കി. അതല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻവേഴ്സ്? അതല്ലേ നിങ്ങൾക്ക് കിട്ടിയ ഇൻവേഴ്സ്? ഇപ്പൊ മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം ചെയ്തേ. ഇത് ഏതായിരിക്കും? 1 3 5 കൊടുത്താൽ 9 വരുന്നുണ്ട്. 2 + 15 17 വരുന്നുണ്ട്. 17 ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഓപ്ഷൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെ അതെ, സോറി. ഇനി if P is a square matrix, then P minus P transpose. ഒന്ന് ട്രൈ ചെയ്തേ. ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നോക്കട്ടെ എന്താണ്. നമുക്ക് അറിയാം P = P ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സിമെട്രിക് ആണെന്നും P = -P ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആണെന്നും നമുക്കറിയാം. ഇവിടെ P - P ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഞാൻ എടുക്കുവാണ്. ദാറ്റ് ഈസ് P ട്രാൻസ്പോസ് - P ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് P ട്രാൻസ്പോസ് - P അല്ലേ? ഇതിന്റെ നെഗറ്റീവ് പുറത്തെടുത്ത P - P ട്രാൻസ്പോസ് എന്ന് വന്നു. അപ്പോ P - P ട്രാൻസ്പോസ് = ഇങ്ങനെ വന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇനി പറഞ്ഞു ഇത്രയും ഞാൻ ചെയ്തു എങ്കിൽ അത് എന്തായിരിക്കും? ഏതായിരിക്കും ഓപ്ഷൻ നിങ്ങൾക്ക് വരിക? അതെ, ഏതാണ്? സ്ക്യൂ സിമെട്രിക്. ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ സ്ക്യൂ സിമെട്രിക് വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എങ്കിൽ അടുത്തത് ഇൻവേഴ്സ് കണ്ടുപിടിച്ചേ. ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ഇതെങ്ങനെയാണോ? ഇവിടെ നോക്കൂ. P - P ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ. P - P ട്രാൻസ്പോസ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് ഇത് അത് തന്നെ വന്നിരുന്നെങ്കിൽ, അതിന്റെ ട്രാൻസ്പോസ് അത് തന്നെ വന്നിരുന്നെങ്കിൽ അത് സിമെട്രിക് ആകുമായിരുന്നു. ഇവിടെ എന്താ വന്ന? P - P ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -P - P ട്രാൻസ്പോസ് ആ വന്നത്. അത് സ്ക്യൂ സിമെട്രിക് ആണ്. ക്രിസ്റ്റീന, ഡൗട്ട് ക്ലിയർ ആയോ? അല്ല എപ്പോഴും ഉണ്ടോ? ക്ലിയർ ആയി. താങ്ക് യു. ഇൻവേഴ്സ് കണ്ടുപിടിച്ചേ. നമ്മളിപ്പോ ചെയ്തതാണ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ. വേഗം ഇൻവേഴ്സ് കണ്ടുപിടിക്കൂ കേട്ടോ. കിട്ടിയോ? ഓ, സ്പീഡാണല്ലോ. എന്താണ്? ഇതാണെങ്കിൽ അഡ്ജോയിൻ A / ഡിറ്റർമിനന്റ് ആണ് അല്ലെ? ദാറ്റ് ഈസ് ഇതേപോലെ തന്നെ 1 1 ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. സൈൻ മാറ്റി. ഇവിടെ 1 വന്നു, ഇവിടെ -1 വന്നു. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1 × 1 - 1 × -1. ദാറ്റ് ഈസ് 1 1 - 1 1 / 2 1, which is equal to 1/2 1/2 -1/2 1/2, which is our option. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തിരി പണിയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെയ്തു നോക്കാൻ അത്ര പണിയൊന്നും അല്ല, എങ്കിലും ഞാൻ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം. അതായത് ആദ്യം തന്നെ ഞാനൊരു ഫോമിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യാൻ അറിയും? ഏരിയ ഓഫ് ട്രയാങ്കിൾ അറിയാമോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ അറിയാമോ? ശരി. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ with vertices x1 y1 x2 y2 x3 y3 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1/2. ഈ 1 അപ്പുറത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഏരിയ കാണാനുള്ള ഫോർമുല. അതായത് 3 വേർട്ടെക്സ് ആണ് ഉണ്ടാവും, വേർട്ടിസസ് ഉണ്ടാവും. അതില് അപ്പൊ 2 കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ റോ കൊടുക്കാൻ 1 ആയിട്ട്, അല്ലെങ്കിൽ ഇവിടത്തെ പോലെ തന്നെ ഫസ്റ്റ് കോളത്തിന് പകരം തേർഡ് കോളം 1 ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. മാറ്റി എഴുതുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ഡിറ്റർമിനന്റ് 2a x1 y1 2b x2 y2 2c x3 y3 എന്ന് പറയുന്നത് ABC/2 ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നിരിക്കുന്ന വേർട്ടിസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ കാണാൻ പോവാണ്. ഹാഫ് ഓഫ്
determinant 1, x1 by a, y1 by b. Vertices ഇതായതുകൊണ്ടാണ്. x2 by y1 by a, x2 by b, y2 by b, 1, x3 by c, y3 by c. ഇത്രയും എഴുതിയത് മനസ്സിലായോ? ഞാൻ എഴുതി ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? ഈ സ്റ്റെപ്പ് വരെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോ 1/2 ഇൻറ്റു ഇതിങ്ങനെ എൽ സി എടുക്കുമ്പോ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. അതായത് ഫസ്റ്റ് റോന്ന് ഞാൻ എ പുറത്തെടുത്തു, സെക്കൻഡ് റോന്ന് ബി പുറത്തെടുത്തു, തേർഡ് റോന്ന് സി പുറത്തെടുത്തു. അപ്പൊ നിങ്ങൾ അറിയും ഇവിടെ എ ഇല്ലല്ലോ എന്ന്. അതിനാണ് ഞാൻ എൽ സി എടുക്കുന്നത് ഇവിടെ. അപ്പൊ ഇതിങ്ങനെയോ എ x1 y1, ബി x2 y2, സി x3 y3. ഇപ്പൊ ക്ലിയർ ആയോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഇതും മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. ഈ തന്നിരിക്കുന്നതിന്ന് നമുക്ക് ഈ ഫസ്റ്റ് കോളത്തുനിന്ന് 2നെ പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? എ x1 y1, ബി x2 y2, സി x3 y3 എന്ന് പറയുന്നത് ABC/2 ആണ്. ഓക്കെ. എങ്കിൽ എ x1 y1, ബി x2 y2, സി ഇത് ലീഗൽ മെട്രോളജിയിൽ തന്നെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ എന്ന് പറയുന്നത് എന്തായിരിക്കും? ABC/4 ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 1/2 ABC into ABC/4 equal to 1/8. ക്ലിയർ? മനസ്സിലായോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. വേഗം ചെയ്യൂ. ഒന്നുകൂടി പറയണോ? ഷുവർ. അതായത് ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുക കേട്ടോ. ഈ തന്നത് ഡിറ്റർമിനന്റിനെ 2a x1 y1, 2b x2 y2, 2c x3 y3 ആണ്. ഇതിലെ ഒരു കോളത്തില് വരുന്ന കോമൺ ആയി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയി പുറത്തെടുക്കാം. അപ്പൊ 2 പുറത്തെടുത്ത എ x1 y1, ബി x2 y2, സി x3 y3 വന്നു. അത് ABC/2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വെറും ഡിറ്റർമിനന്റ് എ x1 y1, ബി x2 y2 ഇതെന്ന് പറയുന്ന ABC/1/2 ആണ്. അപ്പൊ അത് 1/4 ആണ്. ഇതിവിടെ വെച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് മൂന്നും വേർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് കൊടുത്തു, ഫസ്റ്റ് കോളം 1 1 1 കൊടുത്തു, മറ്റേത് വേർട്ടീസസ് കൊടുത്തു. ഓക്കെ. ഇതിനെ വേണമെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി തരാം, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവണ്ട. എങ്ങനെയാണെന്നറിയോ വരിക? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a/a, x1/a, y1/a, b/b, x2/b, y2/b, c/c, x3/c, y3/c എന്ന് ഇതിനെ എഴുതാം. അപ്പൊ ഇതിന്നൊക്കെ കോമൺ ആയിട്ട് ആരെ നമുക്ക് പുറത്തെടുക്കാൻ നോക്കൂ? താഴെയുള്ള, അതായത് a/a എങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഇതിന് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ 1/a/a എഴുതണ്ട, 1/a എഴുതിക്കോളൂ, അതാ എളുപ്പം. LC എടുത്തപ്പോ അപ്പൊ ഇതിന് എല്ലാത്തിനും ഈ ഫസ്റ്റ് റോന്ന് ഞാൻ 1/a പുറത്തെടുത്തു. 1/2 ഫോർമുലയിലുള്ള 1/2 ആണ്. സെക്കൻഡ് റോന്ന് 1/b പുറത്തെടുത്തു. കണ്ടോ, ഇവിടെ കിടക്കണം. തേർഡ് റോന്ന് 1/c പുറത്തെടുത്തു. അപ്പൊ 1/2 ABC. ബാക്കിയുള്ള ആൾക്കാർ എന്തായി മാറി? a x1 y1, a b x2 y2, c x3 y3. അത് ആരാന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ABC/4. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ക്യാൻസൽ ചെയ്യാം. നന്ദന ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ. കിട്ടിയോ? എന്താ? a² = I ആണ്. അപ്പൊ a × a ആണ് എന്ത്? a² എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് -α β ഗാമ ആൽഫ ഇൻറ്റു -α β ഗാമ ആൽഫ എന്ന് പറയുന്നത് 1001 ആണ്. വിച്ച് ഇംപ്ലൈസ് α²
plus beta gamma minus alpha beta plus alpha beta minus alpha gamma plus alpha gamma പിന്നെന്താ മൈനസ് gamma beta plus alpha square equal to 1001. ഇത് ആക്ച്വലി ഇത് 0 തന്നെയാണ് അല്ലേ? അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആണ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ മൈനസ് 1 ഈക്വൽ ടു 0. വിച്ച് ഈസ് അവർ ഓപ്ഷൻ എ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കൂ. ഇതുപോലെ തന്നെ 4 into 2 minus 3 into 1 equal to 3x plus 2x എന്ന് വരും. 5x equal to 5x equal to 1. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ അശ്വതി ക്ലിയർ ആവാത്ത? ഏത് ക്വസ്റ്റ്യനാ? ഇതാണോ? ഈ ക്വസ്റ്റ്യൻ ആണോ ക്ലിയർ ആവാത്ത? ഇത് ചുമ്മാ ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് 4 into 2 minus 3 into 1 എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്? x into 3 minus 1 into 2x ആണ്. ദാറ്റ് ഈസ് 8 minus 3 equal to 3x plus 2x. 5 equal to 5x, x equal to 1. ഇപ്പൊ ക്ലിയർ ആയോ? ഇതെങ്ങനെ ചെയ്യാം? സാധാരണ പോലെ ഡിറ്റർമിനന്റ് കാണാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? 1 into xy into y minus xz into ez minus x into xy minus xz plus yz into z minus y one, which implies xy square minus xz square minus ഇവിടെ x പുറത്തെടുത്ത x square into y minus z plus yz into z minus y. ഇവിടെ നോക്കിക്കോളൂ. ഇതിന്ന് x പുറത്തെടുത്ത അവിടെ y square minus z square വരും. ഇവിടെ y square minus z വേണമെങ്കിൽ എഴുതാം ഒന്നുകൂടി. x square minus y minus z. ഇവിടെ z minus y ആണ്. ഞാൻ അതിനെ y minus z ആക്കാൻ ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു. ഇൻറ്റു y minus z. അപ്പൊ എല്ലാത്തിലും y minus z പുറത്തെടുക്കാം. ഇപ്പൊ ഇവിടെ അകത്ത് എന്ത് വരും? x ഇൻറ്റു y പ്ലസ് z വരും. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടെ y z വരും. which implies y minus z into xy plus yz minus x square minus yz എന്ന് വന്നു. ഓക്കെ, ഞാൻ മുകളിലേക്ക് എഴുതുവാണേ. y minus z into ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ xy മൈനസ് yzനെ ഒരുമിച്ച് എഴുതുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. xy പ്ലസ് xz ആണ്. അപ്പൊ xy മൈനസ് xzഉം പ്ലസ് xz മൈനസ് എക്സ് സ്ക്വയറും വന്നു. which implies y minus z into y പുറത്തെടുത്ത x minus z പ്ലസ് ഇവിടെ മൈനസ് എക്സ് പുറത്തെടുത്ത ഇവിടെയും x minus z വരും. ദാറ്റ് ഈസ് y minus z into ഇതൊന്ന് രണ്ടൊന്നും x minus z പുറത്തെടുക്കാം. അകത്ത് y minus x വരും. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ x minus y ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ തിരിക്കുമ്പോ x minus y. അപ്പൊ ഒന്നിനെയും കൂടി തിരിക്കണം. ഏതിനെ? z minus x ആക്കുക. അപ്പൊ നെഗറ്റീവ് സൈൻ ഡിഫറൻസ് ഒന്നും വരില്ല. വിച്ച് ഈസ് അവർ ഓപ്ഷൻ എ. ഒന്ന് നോക്കിക്കേ. സംഗീത സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കാണുന്നില്ലേ? കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സംഗീതയ്ക്ക് മാത്രം കാണാത്ത എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒന്ന് നോക്കുവോ? ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ,
ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യൂ? ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് വേഗം ചെയ്യും. സെയിം ടൈപ്പ് തന്നെ. എന്താ അതിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? നോക്കിക്കോളൂ. 3x + y - z = 2 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോ റാങ്ക് വെച്ചിട്ട് ചെയ്യാം. a ≠ t, അതായത് 3(1 - 1) 2 വരും. 1 0 - 1 1 വരും. 2 2 ആൽഫ 5 വരും അല്ലേ? ഇപ്പൊ റാങ്ക് ഓഫ് 3 വരണമെങ്കിൽ, ഓക്കെ, ഇത് റാങ്ക് 3 ആവണ്ടേ? റാങ്ക് 3 ആവണമെങ്കിൽ ചുമ്മാ ഡിറ്റർമിനന്റ് കണ്ടാലും മതി. 3(1 - 1) 1 0 - 1 2 2 ആൽഫയാണ്. ഇതൊരിക്കലും എന്താവരുത്? ≠ 0 ആവാൻ പാടില്ല. 0 ആയാൽ അത് 2 ആവും. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് 3 × 0 + 2 - 1 × ആൽഫ + 2 - 1 × 2 - 0. That is 6 - alpha - 2 - 2. That is -alpha + 2. അല്ലേ? ഇത് ≠ 0 ആണ്. ദാറ്റ് ഈസ് ആൽഫ ≠ 2 ആണ്. ക്ലിയർ? ആൽഫ ≠ 2. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു. ആൽഫ ≠ 2. ഓപ്ഷൻ എ ആണ്. റാങ്ക് വെച്ചാണെങ്കിൽ ഇതേപോലെ ചെയ്യാം. 1 0 - 1 1 2 2 ആൽഫ 5. ഓക്കെ, ഞാൻ വേറെ സ്ക്രീനും ഇല്ലല്ലോ. ഇവിടെ തന്നെ ചെയ്യട്ടെ. ഇവിടെ R2-നെയും R1-നെയും റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. എന്താണ്? ഓക്കെ, അപ്പൊ ഇവിടെ ഇതുപോലെ കൊടുക്കുക. അപ്പൊ R1 R2 R1 ഇന്റർചേഞ്ച് ചെയ്യുക. പിന്നെ R2 എന്ന് പറയുന്നത് R2 - 3 R1 ചെയ്യുക. R3 എന്ന് പറയുന്നത് R3 അല്ലെങ്കിൽ R3 - 2 R1 ചെയ്യുക. എന്നിട്ട് ഇവിടെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ 0 ആക്കുക. അപ്പൊ ആൽഫയുടെ വാല്യൂ കിട്ടും. ഇവിടെ 2 1 5 എടുത്തില്ലെങ്കിൽ ഈ ഒരു മാട്രിക്സ് കൺസിഡർ ചെയ്താലും മതി, ഒരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇപ്പൊ സമയമായി. അപ്പൊ അതെ, അത് ഈക്വൽ ടു 0 ആയ എന്ത് സംഭവിക്കുക? ശരി, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഈക്വൽ ടു 0 ആയ നമ്പർ ഓഫ് എന്ത് വരില്ല? ഇവിടെ ചോദിക്കുന്നത് സിസ്റ്റം ഓഫ് കൺസിസ്റ്റന്റ് ഇഫ് എന്നാണ്. നമ്പർ റാങ്ക് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും നമ്മുടെ സാധാരണ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും റാങ്ക് ഈക്വൽ ആയാൽ, അതും ഏതിനോട് ഈക്വൽ ആവണം? നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആയാലേ യൂണിക് സൊല്യൂഷൻ കിട്ടുള്ളൂ. അല്ലാത്ത കേസിൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ഇൻകൺസിസ്റ്റന്റ് വരും, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരും. അപ്പൊ യുണീക് സൊല്യൂഷൻ കിട്ടാനുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അത് 0 ആവാൻ പാടില്ല. ആൽഫ 2 ആയാൽ 0 ആയില്ലേ? ഓക്കെ, അപ്പൊ 0 ആയാൽ അത് റാങ്ക് വ്യത്യാസം വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആയ? ശരി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. ≠ എടുക്കുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ടിന്റെ ആവശ്യമില്ല, കാരണം ഓപ്ഷനിൽ ≠ ഉള്ളൂ. കാരണം ഈക്വൽ ടു ആയാൽ അത് നമ്മുടെ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയിട്ടില്ല ക്വസ്റ്റ്യൻസ്. നോക്കട്ടെ കേട്ടോ. ഒരു ക്ലാസ് കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. വൈൻഡപ്പ് ചെയ്യുവാണേ.